ഫുഡ് റെഡി ആയി കേട്ടോ. കൂടി കഴിവേണ്ട കേട്ടോ. ഇതൊക്കെ നേരത്തെ ചെയ്യേണ്ടതാണ്, മനസ്സിലായില്ല. അത് ചെയ്തിട്ട് ഇപ്പോൾ അഡ്ജസ്റ്റ്മെൻ്റ് എല്ലാം ചെയ്ത് എങ്ങനെയെന്ന് നോക്കണം. ഇത് കഴിഞ്ഞിട്ടേ പോയി ഒന്ന് കമ്പ്യൂട്ടറൊക്കെ ചെക്ക് ചെയ്തെല്ലാം നോക്കണം. അടുത്തെന്ന് പറഞ്ഞാൽ ചെറിയൊരു അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട്, അതിനിപ്പോൾ പോയി ചെയ്യണം. ജസ്റ്റ് വീഡിയോ എടുക്കാൻ പറ്റില്ല, സൈഫയിലുള്ളത്. അതിപ്പോൾ ഞാൻ പോയി ചെയ്തിട്ട് വരും. വീണ്ടും ഇവിടെ കിട്ടി എന്ന് പറഞ്ഞാൽ ബാക്കി സ്ഥലത്തുള്ള പോയി പാചിച്ചു പോയി. അത് കുഴപ്പമില്ല, കറണ്ട് പോയതായിരിക്കും ചാൻസ് ഉള്ളത്, വേറെ കുഴപ്പമില്ല. ഞാൻ എളുപ്പമുള്ള പരിപാടിയാണ്. എടുത്തിട്ടുണ്ട് കേട്ടോ. റിസ്ക് കൂടുതലാണ്, ഏകദേശം 30 പിപ്പിൻ്റെ അടുപ്പിലുണ്ട് റിസ്ക്. ഞാൻ 10 പിപ്പിനാണ് ഉദ്ദേശിച്ചത്, 40 ഉണ്ട് കേട്ടോ. കുറച്ച് ബ്രീത്തിങ് ആയതിനു ശേഷം, കാരണം വലിയ മൂവ്മെൻറ്റിൻ്റെ ക്യാൻഡില്ല അത്. എന്തായാലും അവിടെ ബ്രീത്തിങ് വരും, അല്ലെങ്കിൽ അത് ആ സമയത്ത് എടുത്തില്ലെങ്കിൽ പിന്നെ പൊസിഷൻ കിട്ടാൻ പാടാം. അടിയിൽ നിന്ന് അടിച്ചിട്ട് വീണ്ടും മേളിൽ കയറി കളയും. അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. കുഴപ്പമില്ല, എല്ലാം സെറ്റ്. ഓക്കെ, ഇനി ഇതിൻ്റെ സ്റ്റോപ്പ് ലോസ് ഇത്ര വെച്ചിരുന്നാൽ മോശമാണത്. ഇവിടെ അങ്ങനെ ഇരിക്കുന്നു, ഇവിടെ അങ്ങനെ ഇരിക്കുന്നു, അതാണ് നല്ലത്. പ്രാവശ്യം തന്നെ ഇരിക്കട്ടെ. ഇവിടെ എത്തുമ്പോൾ ഒരു പാർഷ്യൽ എക്സിറ്റ് ചെയ്ത് ബാക്കി ഹോൾഡ് ചെയ്യുക. ചെറുതാക്കി ഇത് ഉണ്ടായേട്ടാ, കുഴപ്പമില്ല കുഴപ്പമില്ല. അത് ആൾറെഡി അത് വലിയ സ്ഥലമായിരുന്നു ഞാൻ ഇട്ട്. എനിക്ക് എങ്ങനെയാലും ചെറുതാക്കണത്, അതാണ് ലോസ് ചെറുത്, പ്രോഫിറ്റ് വരും ലോ. അതാണ് 10 രൂപ മിസ്സാക്കാം, 10 പ്രാവശ്യം മിസ്സാക്കാം. 10 രൂപ വെച്ച് 30-40 ഇതാണ്. അയ്യോ, നോക്കട്ടെ, മൂവ്മെൻ്റ് ഇല്ലായിരുന്നു. കുറച്ച് ആൾറെഡി ഉണ്ടായിരുന്ന ആദ്യത്തെ ഒരു മിനിറ്റിൽ 100 പിപ്പ് 110 പിപ്പ് അതിൻ്റെ മൂവ്മെൻറ്റ് തന്നെ ഉണ്ടായിരുന്നു. അത് ക്യാപ്ചർ ചെയ്യാൻ പറ്റില്ല. ഒറ്റ ക്യാൻഡിലിന് 110 മേളിൽ, 100 താഴെ, 50 വീണ്ടും മേളിൽ, ഒന്നും ചെയ്യാൻ പറ്റില്ല. ജസ്റ്റിന് പുറത്തിറങ്ങി നിൽക്കണം. ഇവിടെ ഇരുന്ന് ബോറായി, ഇത്ര നേരം ഇവിടെ ഇരുന്നിരുന്ന് മുഷിഞ്ഞാണ്. പുറത്തിറങ്ങട്ടെ, നീ നോക്കിക്കൊണ്ടിരുന്ന വട്ടായി. സൈക്കോളജി അത്രയും പവറായിട്ടില്ലല്ലോ, സ്റ്റാർട്ടറല്ലേ. എസ് ചെറുതാക്കിയത്. ഓ ഷിറ്റാ, ഇതെന്ത് പഠിച്ചു? ആവശ്യമില്ലാത്ത കാര്യത്തിൽ തലയിടല്ലെന്ന്. പാർഷ്യൽ എക്സിറ്റ് ആയിട്ട് ചുമ്മാ ഹോൾഡ് ചെയ്തിട്ടുണ്ട കാര്യങ്ങളായിരുന്നു. സത്യം പറഞ്ഞാൽ പാർഷ്യൽ എക്സിറ്റ് ആയിട്ട് ഹോൾഡ് ചെയ്യേണ്ട സമയമായിരുന്നു. അയ്യോ അയ്യോ, ഒന്നും പറയണ്ടോ, ഒന്നും പറയണ്ട. ഒന്നും ആയിട്ടില്ല, സമയമൊന്നും ആയിട്ടില്ല. ഇത് കുഴപ്പമില്ല, ഇനി ഒന്നും ചെയ്യാനില്ലല്ലോ. മൂവ്മെൻ്റ് ഇല്ല നേരെ. എനിക്ക് തോന്നുന്നു മറ്റേ ഇതിൽ കാണും, സിൽവറിൽ കാണുമെന്ന് തോന്നുന്നു നല്ല രീതിയിൽ. പിന്നെ നോക്കിയില്ല ബ്രദർ. അയ്യോ അയ്യോ, ഈ മൂവ്മെൻ്റ് ഇവിടെ വരേണ്ടതായിരുന്നു. അയ്യോ അയ്യോ, ഈ മൂവ്മെൻറ്റിനാണ് ഞാൻ വെയിറ്റ് ചെയ്തത് കേട്ടോ. ഒന്നേയില്ല ആവശ്യം. സങ്കടമൊന്നുമില്ല, ചെറിയൊരു വിഷമാണ്. നല്ല രസമുണ്ട് കേട്ടോ. സൂപ്പർ. അങ്ങനെയല്ല, അവിടെ നിന്ന് ഇറങ്ങി ഇത്ര വെയിറ്റ് ചെയ്താൽ പാർഷ്യൽ എക്സിറ്റ് ചെയ്തിരുന്നെങ്കിൽ കുഴപ്പമില്ല. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ പറഞ്ഞ ഇത് പിന്നെ റിട്ടേൺ കണ്ടു കഴിഞ്ഞാൽ വിഷമം വരും. എന്ത് ചെയ്യാനാ? അയ്യോ അയ്യോ, നോക്കട്ടെ. പറഞ്ഞേട്ടാ, മാർക്കറ്റ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നല്ല മൂവ്മെന്റ് ഉണ്ടായിരുന്നു കേട്ടോ, നല്ല രസമായിരുന്നു. എന്ത് ചെയ്യാനാ, നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ ഒന്നും അല്ലല്ലോ. അത് വേറെ ലെവലല്ലേ ആശാൻ.
ഇനി പോയി ഒന്ന് ഫ്രഷ് ആവട്ടെ. എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഗൈസ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. എല്ലാവരും അടിച്ച് പൊളിക്കുകയല്ലേ ഇപ്പൊ? വെക്കേഷൻ ശനിയാ ഞായറാ ഒന്നും ആയില്ല. എവിടെയും ദിവസം പോകണമെന്ന് അറിഞ്ഞോളൂ, അത് ആവശ്യം. ഇപ്പോൾ ചെടിയൊക്കെ നോക്കട്ടെ ചേട്ടാ. ഡെയിലി അതിനെ നോക്കുകയും ഡെയിലി നോക്കുമ്പോൾ എനിക്ക് വ്യത്യാസം കാണാൻ പറ്റാനില്ല. ഞാൻ പോയി മൊബൈലൊക്കെ ഒന്ന് ചാർജ് ചെയ്തിട്ട് സെറ്റാകട്ടെ. ചാർജില്ല മൊബൈലിൽ, ഫുൾ ടൈം യൂസ് ചെയ്തുകൊണ്ടിരുന്നല്ലേ. ഒക്കെ റെഡിയാക്കി റൈസ്. ഇനി ഫുഡ് ഉണ്ടാക്കി അതും കഴിക്കണം. അവിടെ പരിപാടി തരും അതൊക്കെ തന്നെ, അതുകൊണ്ടാകട്ടെ. ഇപ്പം എന്തോ ഒന്നും ചെയ്യണില്ലല്ലോ, അതുകൊണ്ടാണ് വീഡിയോ ചെറുത് കേട്ടോ. ഒന്നും ചെയ്യണില്ല, ചുമ്മാ ഇരിക്കുകയല്ലേ. എന്ത് ചെയ്യാനാ? എണീക്കണ്, ഉറങ്ങണ്, കിടക്കണ്, ഫുഡ് ഉണ്ടാക്കണ്, ജോലിക്ക് പോകണ്, ഇരുന്ന് നോക്കണ്, ഫോണ് കളിക്കുന്നു. കെട്ട ശോകം ബോറടിച്ചു തുടങ്ങി കേട്ടോ. കുഴപ്പമില്ല, ഒരു കൊല്ലം കൂടി എല്ലാം ശരിയാ. ഫുഡ് റെഡി ആയി കേട്ടോ. ഡ്യൂട്ടി കയറണം കേട്ടോ. ടൈം 6 ഫാനിൻ്റെ കറക്റ്റ് ഡ്യൂട്ടിക്കുള്ള ടൈം 7 മണി. 7:10 കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ. സംഭവം എന്ന് പറഞ്ഞാൽ തുടങ്ങിപ്പോയി, മൈൻഡില്ലാതെ ഇല്ലായിരുന്നു ജോലി കയറണമെന്നുള്ള. എനിക്ക് ലേറ്റായി എന്താ. എനിക്ക് ജസ്റ്റ് ഒന്ന് അനാലിസിസും പിന്നെ അഡ്ജസ്റ്റ് ചെയ്ത് വിളിച്ച് പറയാനും ഉണ്ട്. അത് ഞാൻ അത് നോക്കട്ടെ. മാർക്കറ്റ് ഇപ്പോൾ ജസ്റ്റ് സൈഡ് വൈസിൽ നിൽക്കുകയാണ് കേട്ടോ. പിന്നെ അടുത്ത് ലെവൽ നോക്കാണ്ട് അത് നോക്കിക്കൊണ്ടിരിക്കുക. എൻ്റെ ഫോട്ടോ ഇപ്പോൾ എടുത്ത് പറഞ്ഞയച്ചു കൊടുക്കും. അപ്പം ഞാൻ അത് ചെയ്യട്ടെ. ബാക്കിയെല്ലാം നോക്കി സെറ്റാക്കിയിട്ടുണ്ട്. അടുത്ത് നേരെ പോയി എല്ലായിടവും ചെക്ക് ചെയ്ത് വീട്ടിൻ്റെ ഒക്കെ ഫോട്ടോ എടുത്ത് സെറ്റാകണം. കുഴപ്പമില്ല കേട്ടോ, ഓക്കെ ആണ് ഇവിടെ. ഇവിടെ കുഴപ്പമില്ല കേട്ടോ, ഓക്കെ ആണ് ഇവിടെ. പ്രശ്നം എന്ന് പറഞ്ഞാൽ അകത്ത് കാറ്റടിച്ച് തൂത്ത് വെച്ചതെല്ലാം സ്പ്രെഡായി. ഞാൻ ഒന്നുമല്ല തൂത്ത് വെച്ച്, ടീം വന്ന തൂത്താ സൈഡിൽ വെച്ചാ. ഇവിടെ നല്ല കാറ്റല്ലേ, ശകലം ഗ്യാപ്പ് കയറിയാൽ. ഇന്നത്തെ കാലത്ത് പറഞ്ഞാൽ ട്രേഡ് ഒന്നും എടുത്തിട്ടില്ലായിരുന്നു. ഒരെണ്ണം എടുത്ത് ലോസായ, ഒരെണ്ണം എടുത്തെന്തോ ലോസ് എന്തോ അഡ്ജസ്റ്റ് ചെയ്തെന്തോ. അതായത് ഇന്നലത്തത് ഒരു കുടിയില്ല. കുഴപ്പമില്ല. ഇനി പോയി മീറ്ററിന്റെ ഒക്കെ ഫോട്ടോ എടുത്ത് സെറ്റാക്കുക. നോയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ഇപ്പൊ. കുഴപ്പമില്ല, ഇപ്പൊ മീറ്ററിന്റെ ഒക്കെ ഫോട്ടോ എടുത്ത് സെറ്റാക്കുക. ഇലക്ട്രിക് മീറ്ററിന്റെ ഫോട്ടോ എടുത്താൽ കേട്ടോ, ബാക്കി സെറ്റാണ്. എല്ലാവരും സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. അടുത്ത എൻ്റെ അടുത്ത് ഇത് നോക്കാൻ പറഞ്ഞവര് ഇത് 1.55 ആകുമ്പോൾ ഇൻഫോം ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ആയിട്ടില്ല, 5.1 ആയിട്ടുള്ളൂ. ഞാൻ അപ്പോൾ അത് നോക്കിക്കൊണ്ടിരിക്കണം. പിന്നെ അടുത്ത് ഇല്ലട്ട് അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട്, റീഡിങ് എഴുതാനുണ്ട്, പമ്പ് ചേഞ്ച് ചെയ്യാനുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് എഡിറ്റിങ് ജസ്റ്റ് നോക്കുക, അത് തന്നെ, വേറെ പരിപാടിയില്ല. താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്.